ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്ന വിഷയം എങ്ങനെ നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ്. സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തെ കുറിച്ച്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം എന്ന് പറഞ്ഞാൽ SIP, അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിലൂടെ നമുക്ക് എങ്ങനെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓരോ മാസവും ഒരു നിശ്ചിതമായ തുക നമ്മൾ SIP മുഖേന, അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ മുഖേന നമ്മൾ നിശ്ചിതമായ തുക അടയ്ക്കുന്നു. ആ നിശ്ചിതമായ തുക അടച്ചതിന് ശേഷം നമുക്ക് എത്രയാണോ സാമ്പത്തികമായിട്ടുള്ള ആവശ്യമുള്ള തുക, ആ തുകയിലെത്തിക്കഴിഞ്ഞാൽ ആ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം നിർത്തുകയും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം പിൻവലിച്ച് നമ്മുടെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാം. സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതൊരു മാനസികമായിട്ടുള്ള സംതൃപ്തി നൽകുന്നു. മ്യൂച്വൽ ഫണ്ട് SIP എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ മാസവും നിശ്ചിത തുക അടച്ചുകൊണ്ടേയിരിക്കണം. അത് മുടക്കം വരാൻ പാടില്ല. അങ്ങനെ കഴിയാത്തവർക്ക്, അതായത് ഓരോ മാസവും നിശ്ചിതമായ തുക അടയ്ക്കാൻ കഴിയാത്തവർക്കുള്ള ഒരു സൊല്യൂഷനെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ Nifty 50 എന്ന് പറയുന്ന ഒരു സെക്ടറുണ്ട്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ പല സെക്ടറുകളുണ്ട്. ഓട്ടോ സെക്ടറുണ്ട്, അതായത് വാഹനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സെക്ടർ. മറ്റൊന്ന് ഫാർമ സെക്ടറാണ്, മെഡിസിൻ ഉൽപ്പാദിപ്പിക്കുന്ന സെക്ടർ. മറ്റൊന്ന് FMCG സെക്ടറാണ്, അതായത് ഫുഡ് ഉണ്ടാക്കുന്ന കമ്പനികളുടെ സെക്ടർ. അങ്ങനെ പല സെക്ടറുകൾ നിറഞ്ഞതാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വന്നത്. അതിലൊന്നാണ് Nifty 50 എന്ന് പറയുന്ന ഒരു 50 സ്റ്റോക്കുകളുടെ ഒരു കമ്പനി, ഒരു സെക്ടർ. ഈ 50 സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ പ്രമുഖമായ കമ്പനികളാണ്. സാമ്പത്തികമായി നല്ല അടിത്തറയുള്ള ഇന്ത്യയിലെ 50 കമ്പനികളാണ് ഈ Nifty 50 എന്ന് പറയുന്ന കമ്പനികൾ. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അതിൽ നിക്ഷേപിക്കാം. ഓരോ തവണകളായിട്ട് നമുക്ക് അതിൽ നിക്ഷേപിച്ച് നമ്മുടെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനായിട്ട് കഴിയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, Nifty 50യിലുള്ള ഓരോ സ്റ്റോക്കുകളിലും നമ്മൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഓരോ സ്റ്റോക്കുകൾ നമ്മൾ തിരഞ്ഞെടുക്കുക. അതിൽ ഒരു സ്റ്റോക്കിന് നമുക്ക് 1000 രൂപ വിലയുണ്ടെങ്കിൽ, ആ 1000 രൂപ വിലയുള്ള ഒരു സ്റ്റോക്ക് നമ്മുടെ കൈവശം 1000 രൂപ മാത്രമേ ഉള്ളൂ എങ്കിൽ ഒരെണ്ണം നമ്മൾ ആദ്യം മേടിച്ചിടുക. അങ്ങനെ അടുത്ത തവണ നമുക്ക് പൈസ കയ്യിൽ വരുമ്പോൾ, പിന്നെ നമ്മൾ പൈസ കയ്യിൽ വരുമ്പോൾ 2, 3, 4, 5 എണ്ണം മേടിച്ച് നിക്ഷേപിക്കുക. അങ്ങനെ 10, 20, 25, 50 ആയിക്കഴിഞ്ഞ ഒരെണ്ണത്തിൽ നിക്ഷേപം നിർത്തി അടുത്ത സ്റ്റോക്ക് തിരഞ്ഞെടുക്കുക. അടുത്ത സ്റ്റോക്ക് തിരഞ്ഞെടുത്തതിന് ശേഷം വീണ്ടും അതിലിതേപോലെ തന്നെ 1, 2, 3 സ്റ്റോക്കുകൾ പണം നിക്ഷേപിക്കുക. അങ്ങനെ അത് 50 എണ്ണം ആയിക്കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്ത് വേറെ കമ്പനികൾ തിരഞ്ഞെടുക്കുക. അങ്ങനെ ഓരോ കമ്പനികളിലും 50, 25 എത്രയാണ് നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിക്ഷേപിച്ചിട്ട് കഴിഞ്ഞാൽ അത് ലോങ് ടൈമിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ
സാമ്പത്തിക ആവശ്യങ്ങൾ നിർവഹിക്കാനായി കഴിയും. പക്ഷേ പെട്ടെന്ന് ഇതിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ 1-2 മാസം കൊണ്ട് അല്ലെങ്കിൽ 6 മാസം കൊണ്ട് ഇതിൽ നിന്ന് പണം വാരാം, ലക്ഷങ്ങൾ വാരാം, കോടികൾ വാരാം എന്ന് വിശ്വാസത്തോടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരും. കാരണം പെട്ടെന്ന് ഇതിൽ നിന്നൊന്നും നമുക്ക് 1-2 മാസം കൊണ്ട് 6 മാസം കൊണ്ടൊന്നും ഇതിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയില്ല. നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകണമെങ്കിൽ ഈ നിക്ഷേപത്തിന് ശേഷം ലോങ് ടൈം 1-2-3 വർഷങ്ങൾ നിക്ഷേപിച്ചിട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുകയും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് കഴിയും. അങ്ങനെ നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾ എന്താണോ അത് നേടിയെടുക്കാൻ ഏറ്റവും നല്ല എളുപ്പമായിട്ടുള്ള മാർഗമാണ് സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപം എന്ന് പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടുകൊണ്ട് നമുക്ക് പലിശ നേടാനായിട്ട് കഴിയും. പക്ഷേ റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ പുതിയ നയപ്രകാരം പലിശ നിരക്ക് കുറച്ചിരിക്കുകയാണ്. അതിൽ നിന്നൊന്നും നമുക്ക് കാര്യമായി നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. 1 ലക്ഷം രൂപ നമ്മൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഒരു ബാങ്ക് നിക്ഷേപമാണെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ 600-700 രൂപ കിട്ടും. അതിനേക്കാൾ എത്രയോ മടങ്ങ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ എന്താണോ അത് നേടിയെടുക്കാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഈ അധികം ടെൻഷനില്ലാതെ അധികം പിരിമുറുക്കമില്ലാതെ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗമാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതാവശ്യങ്ങൾ എന്താണോ അത് നേടിയെടുക്കാനായിട്ട് ഈ നിക്ഷേപം നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ